കൈരളി പീപ്പിൾ ജ്വാല അവാർഡ് ദാന ചടങ്ങിൽ അടുത്തതായി ചെയർമാൻ്റെ പ്രത്യേക പുരസ്കാരമാണ്. അവിശ്വസനീയം എന്ന് തോന്നാവുന്ന ഒരു ജീവിതം, ദുരിതങ്ങൾക്ക് നോവിക്കാനേ ആവൂ, തോൽപ്പിക്കാനാവില്ല എന്ന് വിളിച്ചു പറയുകയും ശരീരമല്ല മനസ്സാണ് മനുഷ്യൻ എന്ന് തെളിയിക്കുകയും ചെയ്ത ശാലിനി സരസ്വതി. അതിജീവിക്കലാണ് യഥാർത്ഥ ജീവിതമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ശാലിനി സരസ്വതിയെ വാർത്തകളിൽ നിന്ന് കണ്ടെത്തിയത് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിൻ്റെ ചെയർമാൻ, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ പത്മശ്രീ ഭരത് മമ്മൂട്ടിയാണ്. ശാലിനിയെ കൂടുതൽ അറിയാൻ ശാലിനിയുടെ ജീവിതത്തിലൂടെ. അപൂർവമായ ഒരു അണുബാധയുണ്ടാവുക, രണ്ടു കൈയും രണ്ടു കാലും നഷ്ടമാവുക, എന്നിട്ടും ജീവിക്കുക. ജീവിതം തള്ളി നീക്കുകയല്ല, ഉല്ലാസവതിയും ഊർജ്ജസ്വലയും ജേതാവുമായി ജീവിക്കുക. ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ ചുരുക്കപ്പേരാണ് ശാലിനി സരസ്വതി. അച്ഛനമ്മമാർ കൊല്ലത്തുകാരാണെങ്കിലും ശാലിനി ജനിച്ചതും വളർന്നതും ബാംഗ്ലൂരിൽ. ഒരു പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിരിക്കെയാണ് വിധി വേട്ടയാടിയത്. 2012 ഭർത്താവിനൊപ്പം കംബോഡിയയിലേക്കുള്ള ഒരു യാത്ര. തിരിച്ചു വന്നപ്പോൾ റിക്കറ്റ്സിയ ബാക്ടീരിയ ബാധയ്ക്ക് ഇരയായി. ഈ നിലയിലെത്തിയ 100-ൽ 5 പേരെ ജീവിക്കൂ. ശാലിനിയും അണുബാധയെ അതിജീവിച്ചു. പക്ഷേ ജീവൻ തിരിച്ചു തന്ന വിധി പലതും തട്ടിപ്പറിച്ചെടുത്തു. വിധി വേട്ടയാടുമ്പോൾ ശാലിനിക്ക് കടിഞ്ഞൂൽ ഗർഭമായിരുന്നു. ആ കുഞ്ഞ് ഇല്ലാതെയായി. പഴുപ്പ് ബാധിച്ച ഇടതു കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. പിന്നാലെ ആശുപത്രി കിടക്കയിൽ അടുത്തുണ്ടായിരുന്ന സഹോദരന്റെ മടിയിലേക്ക് വലതുകൈ തനിയെ മുറിഞ്ഞു വീണു. അതോടെ ജീവൻ രക്ഷിക്കാൻ അണുബാധയേറ്റ രണ്ടു കാലും മുറിക്കാൻ തീരുമാനിച്ചു. ആരും തകരുന്ന ആ ദുർവിധി ശാലിനിയെ പക്ഷേ കരുത്തുറ്റവളാക്കി. ഏറ്റവും പ്രിയപ്പെട്ട പർപ്പിൾ നിറമുള്ള നെയിൽ പോളിഷിട്ട് ആ യുവതി കാൽവിരലുകൾ സുന്ദരമാക്കി. മുറിച്ചു കളയുമ്പോഴും എന്റെ കാലുകൾക്ക് ഭംഗിയുണ്ടാകട്ടെ, ആ ഇച്ഛാശക്തിയോടെ ആശുപത്രി വിട്ടിറങ്ങി. പഴയ ജോലി തന്നെ ചെയ്യാൻ തുടങ്ങി. പത്ത് കിലോമീറ്റർ ഓടേണ്ട TCS മാരത്തണിൽ മത്സരിച്ചു. കൃത്രിമ കാലുകൾ കൊണ്ടോടി ജേതാവായി. Shalini has proved to everyone that you can lead a normal life, although she has got so much of challenges. I fixed up a goal, which is the TCS 10K run, and we started working on it. From nowhere, she's able to run 10 kilometers is... എല്ലാ ദുരിതത്തിലും ഒപ്പം നിന്ന ഭർത്താവ് പ്രശാന്ത് ചൗദപ്പയുടെ കുടുംബിനിയായി. ശരീരമല്ല മനസ്സാണ് മനുഷ്യനെന്ന് തെളിയിച്ച മഹാമാതൃകയായി. Shalini being an active person before all this and being in bed for 2 years, I think running has brought her to life, not only physically but emotionally as well. ദുരിതങ്ങൾക്ക് നോവിക്കാനേ ആവുള്ളൂ, തോൽപ്പിക്കാനാവില്ല എന്ന് തെളിയിച്ച മഹാസന്ദേശമാണ്. ഐതിഹ്യം പോലുള്ള ഈ ജീവിതത്തെ മലയാളികളുടെ മഹാനടൻ മമ്മൂട്ടി വാർത്തകൾക്കിടയിൽ നിന്ന് കണ്ടെടുക്കുന്നു. കൈരളി ചെയർമാന്റെ പ്രത്യേക ജ്വാല പുരസ്കാരത്തിനായി ആദരവോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. I don't see this as inspiration. This is just me being me. കൈരളി പീപ്പിൾ ജ്വാല പുരസ്കാരം 2017 ശാലിനി സരസ്വതി.
വന്നപ്പം എനിക്ക് ആകെ 2 കാര്യത്തിൽ വലിയ ടെൻഷനായിരുന്നു. ഒന്ന്, ഇവിടെ വന്ന് മലയാളം വർത്താനം പറയണമെന്നാ. മലയാളം അറിയാം, പക്ഷേ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഇന്ന് കേട്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞ് ആകെ ടെൻഷനാ. ഇറ്റ്സ് ഓൺലി ഗോയിങ് ടു ബി ഇംഗ്ലീഷ് ദാറ്റ് കംസ് ഔട്ട് ഓഫ് മൈ മൗത്ത്, അൺഫോർച്ചുനേറ്റ്ലി. രണ്ടാമത്തെ കാര്യം, I really don't think I deserve this award. ഞാൻ ഓടാൻ തുടങ്ങിയത് ഇങ്ങനെ ഒരു സ്ഥിതിയിൽ വരും, ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു ഫെയിം കിട്ടും, ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുമെന്ന് ഒരിക്കലും കരുതിയിട്ടല്ലായിരുന്നു. ഞാൻ ഓടിയത് ഒന്ന് തടി കുറയാൻ വേണ്ടി മാത്രമായിരുന്നു. പിന്നെ രണ്ടാമത്, ദൈവത്തോട് ഇച്ചിരി നമുക്കൊരു ദേഷ്യവും, പിന്നെ ദൈവത്തോട് പറയണമായിരുന്നു ഞാനങ്ങനെ തോറ്റു കൊടുക്കത്തില്ലെന്ന്. സോ ഈ ഇടയ്ക്ക് ഷൈജു എന്ന് പറഞ്ഞൊരു മോന് 23 years old, അവൻ എനിക്കൊരു എഴുത്തെഴുതിയായിരുന്നു, എനിക്ക് പഠിക്കണം ചേച്ചി, പക്ഷെ ഒന്ന് ബസ്സിൽ കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടുണ്ട്. ഹീസ് ഗോട്ട് സെറിബ്രൽ പോൾസി. രണ്ടാമത് ബസ്സിൽ കയറുമ്പം ഒരു 100 പേര് ചോദിക്കും എന്താ ആയത്, നിനക്ക് വീട്ടിൽ ഇരുന്നൂടെ, നീ എന്തിനാ അത്രയും കഷ്ടപ്പെടുന്നെന്ന്. The fact is that there are 100 million people in India that suffer from some form of disability. And when I am disabled, the only thing that all of us today can be very sure about is that every one of us at some point in time will become disabled. That is a reality. ഈ 100 million ആൾക്കാർ ഡിസേബിൾഡ് ആയിരിക്കുമ്പം എനിക്കുള്ള ക്വസ്റ്റ്യൻ നിങ്ങളോട് എല്ലാവരും ആണ്, നിങ്ങൾ പോയ സ്കൂളിലോ കോളേജിലോ മോൾസിലോ തിയേറ്ററിലോ നിങ്ങൾ എത്ര പേരെ കാണുന്നത് വിത്ത് ഡിസബിലിറ്റീസ്? ഹാർഡ്ലി. ആൻഡ് ദ റീസൺ ഈസ് ദാറ്റ് ഈ ഷൈജു ബസ്സിൽ കയറാനുള്ള ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് ഒരു ചെറിയ ഇറ്റ്സ് എ സ്മോൾ റീസൺ വൈ പീപ്പിൾ ഡോണ്ട് റിയലി കം ഫോർവേഡ്. പക്ഷെ അതിനേക്കാളും ഈ ഷൈജു പോലെ മോന് കഷ്ടപ്പെട്ട് ബസ്സിൽ വരുമ്പം എല്ലാവരും ചോദിച്ച് you discourage them, and that is what we need to change today in this world. And I hope for all of you today that you can make a change in someone's life by just being a human. Thank you. തീർച്ചയായിട്ടും ശാലിനിക്ക് നമ്മുടെ ഒരു പ്രത്യേക ബഹുമാനമുണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാൾ ശാലിനി ഒന്നും വിചാരിക്കരുത്, ഒരു പോയിന്റ് അപ്പ്. I respect your husband. നമുക്ക് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് ഉപേക്ഷിച്ച് പോകാമായിരുന്നു, അല്ലേ? വെള്ളം കുടിക്കാൻ വെള്ളം എടുത്തു കൊടുത്തത് ഞാൻ കണ്ടതാണ് ഇവിടെ ഇരിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ പല ദാമ്പത്യ ജീവിതത്തിലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹമാണ്, അല്ലേ? ശാരീരിക ഭംഗിയോ ശാരീരിക സൗകര്യങ്ങളോ അല്ലാതെ മനസ്സും കൂടെ ചേരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകം വിളിച്ച് ബഹുമാനിച്ചത്. തീർച്ചയായിട്ടും ഈ പരസ്പര സ്നേഹത്തിൻ്റെ മാതൃക കൂടിയാണ്